സോൻമാർഗിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇത് സുഡിയോന്ന് വാങ്ങിയ ഒരു ഔട്ട്ഫിറ്റാണ്. നല്ലൊരു പാറ്റേണാണ്. ഞാൻ എൻ്റെ എക്സൽ സൈസാണ് എടുത്തത്. കറക്റ്റ് ഫിറ്റായിട്ടുള്ളത് എടുക്കണമെന്ന് വിചാരിച്ചു. ഇതും ജീൻസ്. അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അപ്പോൾ എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകാൻ. ഈ ഡ്രസ്സൊന്നും ഇനി കണ്ടെന്ന് വരില്ല. ഫോട്ടോ എടുക്കാൻ നേരത്തെ ഊരാൻ പറ്റിയാൽ മതിയായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്നും സോൻമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാശ്മീർ ട്രിപ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ട്രിപ്പ് മാംഗോ വഴിയാണ്. വളരെ നല്ല സർവീസാണ് ട്രിപ്പ് മാംഗോ എന്ന് ഞങ്ങൾക്കുണ്ടായത്. എടുത്തു പറയാനാണെങ്കിൽ വെരി സേഫ് ആൻഡ് നീറ്റ് അക്കോമഡേഷൻ, പിന്നെ ക്വാളിറ്റി ഫുഡ്, അതുപോലെ ഡ്രൈവറിൻ്റെ ടൈംലി അറൈവൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ വെൽ കോർഡിനേറ്റഡ് ആയിരുന്നു ഈ ഒരു കാശ്മീർ യാത്ര. സോൻമാർഗിൽ ചിലപ്പോൾ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഒരു ദിവസത്തെ സ്റ്റേ സോൻമാർഗിലാക്കി തന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്നോഫോൾ കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു വ്യൂയോടെയാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ ഈ ഒരു 5 days 4 nights പാക്കേജിന് ഇവരുടെ ഒരു ബേസിക് റേറ്റ് ഞങ്ങൾക്കൊരു 25 to 30K ആണ് ആയത്. പക്ഷേ ഇതിലൊന്നും യൂണിയൻ ക്യാബ്സിൻ്റെയും അതുപോലെ നമ്മൾ പോണി റൈഡ് എടുക്കുന്നതിൻ്റെയും ഒന്നും ചിലവുകൾ ഇൻക്ലൂഡഡ് അല്ല. ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് റേറ്റ്സ് നെഗോഷ്യബിൾ ആക്കാം. പക്ഷേ ഇതിപ്പോൾ 2 പേരായതുകൊണ്ട് ഞങ്ങൾക്ക് പലയിടങ്ങളിലും ബാർഗെയിൻ ചെയ്ത് പിടിച്ചേക്കാൻ പറ്റിയില്ല. നമുക്ക് ബാർഗെയിനിങ്ങിന് ഒരു ലിമിറ്റ് വരെ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തതിനെക്കാട്ടി ഒരു 10 to 15K എന്തായാലും പോവും. പിന്നെ ഇടയ്ക്ക് നമ്മൾ അല്ലറ ചില്ലറ ചിലവുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതോ ഈറ്റബിൾസ് വാങ്ങിക്കുന്നതോ അങ്ങനെയൊക്കെ. പക്ഷേ ഈ ചിലവൊക്കെ പേടിച്ചിട്ട് ചിലവർ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ടൂർ പോകണോ കാശ് പോകല്ലോ എന്നൊക്കെ വിചാരിച്ച് പോകാതിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്കിങ്ങനെ വാരിക്കോരി കാശുണ്ടായിട്ടല്ല വരുന്നത്, അങ്ങ് വരും. പിന്നെ വന്നു കഴിയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലവാക്കാണ്ടിരിക്കില്ല. വീട്ടിൽ പോയിട്ട് കരയാലോ, ഇവിടെ വെച്ച് എൻജോയ് ചെയ്യുക. അതാണ് നമ്മുടെ പോളിസി അല്ലേ പ്രഭു? യാ. പിന്നെന്താ, പിന്നെ ഒരുപാട് ദേശഭക്തിയൊക്കെ തോന്നിയ വേറൊരു കാര്യം, ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്തും ഇങ്ങനെ നമ്മുടെ ആർമി ആൾക്കാരെ കാണാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേ ചെയ്ത സ്ഥലത്താണെങ്കിലും വരുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് 2-3 പേര് തോക്കൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയും അതേസമയം ഫിയറും ആണ് വരുന്നത്. അതായത് നമ്മളിവിടെ സേഫ് ആണോ എന്ന് തോന്നും, പിന്നെ അവരെ കാണുമ്പോൾ ഒരു സെക്യൂരിറ്റി തോന്നും. അങ്ങനെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് അവരെ കാണുമ്പോൾ. അങ്ങനെ ഞാനിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഓഫീസുകളും പോലീസ് സ്റ്റേഷനും അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ടെൻസ്ഡായിട്ട് എന്താ ഫീലിംഗ് എന്ന് എനിക്കറിയില്ല, അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലീസ് സ്മൈൽ ബിക്കോസ് യു ആർ സേഫ് വിത്ത് അസ് എന്ന്. പ്രത്യേക ഒരു ഫീലിംഗ് ആണ്, അത് ഇവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഞാൻ വിചാരിച്ച കുറേ കാശ്മീരി പെണ്ണുങ്ങളെ സുന്ദരി കുട്ടികളെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. കുറച്ച് പേര് സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും അങ്ങനെ 2-3 പേരെയൊക്കെ കണ്ടു. പിന്നെ ചില വീടിൻ്റെയൊക്കെ മുറ്റത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൻറ്റിമാരെയൊക്കെ കണ്ടു. അതല്ലാതെ മിക്ക ഷോപ്സിലും ഇങ്ങനെ ആണുങ്ങൾ തന്നെയാണുള്ളത്. അധികം ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടേയില്ല നമ്മൾ. പിന്നെ ടൂറിസത്തിൽ കൂടെയാണ് ഇവർ ഭയങ്കര ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. കാരണം അറിയാമല്ലോ, എല്ലാ സീസണിലും ഈക്വലി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അതനുസരിച്ചിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വന്ന വഴിയൊന്നും ഇതുവരെ കണ്ടില്ല. ഈവൻ വീടുകളാണെങ്കിലും ബാക്കി കടകളാണെങ്കിലും മെയിൻ്റനൻസും ഒക്കെ ഭയങ്കര പുവറാണ്. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി കൊണ്ട് കാശ്മീർ ഇത്രയും ഒരു പ്രൗഢിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. സ്ഥലത്തിൻ്റെ ഭംഗി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാരും സ്ഥലങ്ങളും ഒന്നും അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. മേ ബി ഇനി വരുന്ന വർഷങ്ങളിൽ ആവുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. നൗ യു ക്യാൻ എൻജോയ് ആ സോൻമാർഗ് വീഡിയോ.
അടുത്തതിനി ആരാരെ പറ്റിക്കുന്ന അറിയില്ല. കാണുന്നില്ല അല്ലേ? രണ്ടാമത്തെ ഫോൺ റെഡി പോവാ. Sunrise wakes the sleepy town. Birds are singing all around. Golden rays kiss the morning dew. Oh, what a day to start the moon. It's a happy day, I'm feeling fine. The sun shines here and the world aligns. The cozy breeze whispers through the trees. A perfect moment just for me. ये थोड़ा लूज कर, ये थोड़ा लूज कर. Backward जा रहे. Smiling faces in every place. Gentle laughter in the air. A day so sweet, nothing can compare. It's a happy day, I'm feeling fine. The sun shines here and the world aligns. The cold breeze whispers through the trees. A perfect moment just for me. It's a happy day. കുതിരയെ ഓടിക്കാൻ വെറുതെ ഇരുന്നോർത്താ Cozy breeze whispers through the trees. A perfect moment just for me. Hit the sky, paint a world of blue. Feel the magic in all you do. ചേച്ചിയുടെ പേര് ബിലാൽ. ഇത് എൻ്റെ കുതിരയാണ് ബജ്രംഗി. ബാദൽ. പുതിയ ബാദലിന് മുകളിലാണ്. കേരള വെള്ളം കുടിക്കാൻ നിർത്തി. ഒന്നിങ്ങനെ നോക്കിക്കേ.
ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ ഇവിടെ വന്ന് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അല്ലേ പൂജ? അങ്ങനെ വന്നാൽ പോരെ, അതല്ലേ എളുപ്പം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നീ പോവും? അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യും അങ്ങോട്ടേക്ക് ആ വഴിയോ അല്ലേ? ഇച്ചിരി കൂടെ മഞ്ഞത്തോട് നടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈപ്പത്തി ഇവിടെ ഇരിക്കുന്നേ. ഒക്കെ നോക്കിയൊക്കെ നടക്കും. ഞാൻ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. എന്റെ കാലെല്ലാം മരവിച്ചു. അയ്യോ Guys, വെള്ളം ചൂടുവെള്ളത്തിൽ എൻ്റെ കാല് തിളയ്ക്കുന്ന വെള്ളത്തിൽ കാലിട്ടാലും എൻ്റെ കാലിലൊന്നും പറ്റില്ല. അത്രയും മരവിച്ചിട്ടാണ്. ശരിക്കും മഞ്ഞ് നല്ല കവേർഡ് ആണെങ്കിലും നമുക്ക് നടന്ന് കയറാൻ പാടില്ല. കാരണം നമ്മൾ ഒരടി വെക്കുമ്പോഴും കുഴിഞ്ഞു കുഴിഞ്ഞങ്ങ് പോയി കയറിക്കോളും. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ ഉണ്ട്. കാരണം അത്രയും ലെയേഴ്സ് ഓഫ് മഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര പാടാ. ബട്ട് സംഭവം നമ്മൾ കയറി ആവശ്യത്തിന് മഞ്ഞുള്ള സ്ഥലത്തൊക്കെ കളിച്ചു. ഇനി തിരിച്ചിറങ്ങാം. നമുക്ക് താഴെ കടയുണ്ട്. കടയിൽ പോയിട്ട് മാഗി കാവാറ്റി ഒക്കെ കുടിക്കണം. എന്ത് രസമല്ലേ കാണാൻ? നിറച്ച് മഞ്ഞായിരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നാനുള്ള ഈ ഒരു ഭംഗി കിട്ടും. അപ്പോൾ നിറച്ച് മഞ്ഞിൻ്റെ ഭംഗിയല്ലേ കിട്ടുള്ളൂ. അതെ, ഇപ്പൊ കുറച്ച് മഞ്ഞിൻ്റെ ഭംഗി കിട്ടില്ല. എന്റെ കുതിരയ്ക്കൊരിളക്കം. കുതിര എന്നെ കൊണ്ട് ഓടുക. Kapan masuk sini? Kapan masuk? സ്പീഡ് കൂടുതലാണെങ്കിൽ വള്ളിയിൽ പിടിച്ച് വലിച്ചോ. വലിക്ക്. चलने दे दो इसको.